ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടേ. നമ്മൾ സാധാരണ എപ്പോഴും മുട്ട പുഴുങ്ങി അങ്ങനെ തിന്നുമല്ലേ. നമുക്കൊന്ന് മുട്ട ഫ്രൈ ആക്കി തിന്നാലോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇപ്പം നമ്മൾ കഴിക്കുമ്പോൾ മുട്ടയൊക്കെ കഴിക്കുമ്പോൾ ഉപ്പും കുരുമുളകും ഒക്കെ പുരട്ടിയാണ് കഴിക്കുക. പക്ഷേ ഇന്ന് നമുക്ക് വെറുതെ ഒന്ന് ഫ്രൈ ആക്കി അങ്ങനെ കഴിക്കുമ്പോൾ ഇല്ലേ, ചിലവർക്കൊന്നും ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. ഞാൻ ഈ കാണിക്കുന്ന പോലെ കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കഴിക്കുകയും ചെയ്യുവേ. നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം തന്നെ ഇല്ലേ, നമ്മുടെ ഈ മുട്ടയ്ക്കില്ലേ, ഞാനൊരു 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ടയ്ക്കൊക്കെ ഒന്ന് ഇതാ ഇങ്ങനെ പുഴുങ്ങി തൊണ്ട് കളഞ്ഞെടുത്ത് വെച്ചേക്കുന്ന മുട്ട കേട്ടോ. ഇങ്ങനെ ചെറിയ വര ഇട്ട് കൊടുത്തേ, ചെറുതായിട്ട് വര ഇട്ട് കൊടുത്താൽ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാനാണ്. നമ്മളിപ്പോൾ ഈ തട്ടുകടയിലും അല്ലെങ്കിൽ ഈ ചായ കുടിക്കാനൊക്കെ ഈ പുഴ സൈഡിലും ചുരത്തിലോട്ട് പോകുന്ന വഴിക്കുമൊക്കെ ഉണ്ടാകും. അത് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത് പോവാ. പക്ഷെ വീട്ടിലിങ്ങനെയൊന്നും ഉണ്ടാക്കിയാൽ നല്ലതല്ലേ. ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടിയേ, കുറച്ച് മഞ്ഞൾപ്പൊടിയേ, ഇച്ചിരി ജീരകപ്പൊടിയേ, അതൊരു ടേസ്റ്റാണ് കേട്ടോ. പാകത്തിന് ഉപ്പേ, ഇത്രയും മതി. കുരുമുളക് പൊടി കണ്ടോ, ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുത്തോണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചാലിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ ഒന്ന് ചാലിച്ചെടുക്കാം, മിക്സ് ചെയ്യാം, തേച്ച് പിടിപ്പിക്കാവേ. ഓക്കെ, ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം നമുക്കൊരു ഇച്ചിരി കടുകിട്ട് കൊടുക്കാവേ. വറ്റൽമുളക് മുറിച്ചതിട്ട് കൊടുത്തു, കുറച്ച് സവാള, ചുമന്ന് വരുന്ന കേട്ടോ. ആ സമയത്ത് കുറച്ച് കറിവേപ്പില, അതും കൂടെ ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. കോരിയെടുക്കാവേ. ഇതിലേക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കുക. ഈ എണ്ണയിലോട്ട് മസാല തേച്ച് വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മുട്ടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഒരെണ്ണം പൊട്ടിപ്പോയി കേട്ടോ. നമ്മളെ ഇങ്ങനെ മാറ്റിയേക്കാം അല്ലേ. ഇനി നമ്മുടെ മുട്ടയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ഗാർണിഷിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച നമ്മുടെ ഇത് സവോളയും ഇതൊക്കെ വെറുതെ ഒരു രസത്തിനാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനുമേ അവർക്ക് നമ്മളൊരു വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു രസമല്ലേ. നമ്മുടെ എരിവിനനുസരിച്ച് വേണം നമ്മുടെ മുട്ടയിലും മസാല തേക്കാൻ. ഞാൻ ഇച്ചിരി ലൈറ്റാക്കിയാണ് മസാല ചേർത്തത്, അപ്പം പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനുമേ നമ്മളൊന്നുണ്ടാക്കി ഒന്ന് ഡൈനിങ് ടേബിളിൽ വയ്ക്കുമ്പം രസമല്ലേ. വെറുതെ മുട്ട പുഴുങ്ങി വെക്കുന്നതിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. നിങ്ങൾക്ക് എത്ര മസാല വേണോ അത്രയും പുരട്ടി എണ്ണയിലിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. നല്ല അടിപൊളിയല്ലേ. സവോളയൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ നല്ല ചൂടാണ്, കഴിച്ചു കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ബൈ.